ബി.ജെ.പിയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്ത തന്നെയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം ശോഭാ സുരേന്ദ്രനിൽ കെട്ടിവെച്ചുള്ള സംസ്ഥാന നേതൃത്വത്തിൻ്റെ റിപ്പോർട്ടിനെ ചൊല്ലി കോർ കമ്മിറ്റിയിൽ നേതാക്കളുടെ പോര് എന്നുള്ളതാണ് ഇന്നലെ നടന്ന കോർ കമ്മിറ്റിയിൽ നിന്ന് പുറത്തു വരുന്ന വിവരം. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് തോൽവിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ല എന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഗ്രൂപ്പ് പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന് കേന്ദ്ര നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റികൾ വിഭജിക്കാനും കൊച്ചിയിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ധാരണയായി. ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുമായി നമ്മൾക്കൊപ്പം ചേരുന്നത്. ഗുഡ് മോർണിംഗ് കേരളത്തിൽ. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്. എന്തുണ്ട് കൊച്ചിയിൽ വിശേഷം? കൊച്ചിയിൽ നല്ല വിശേഷം. തണുപ്പ് തുടങ്ങുന്നു. കൊച്ചിയിൽ മാത്രമല്ല എല്ലായിടത്തും തണുപ്പായി വരുന്നു. എന്നാൽ സാധാരണ രീതിയിൽ അത്രയൊരു ഡിസംബർ മാസത്തിൽ പ്രതീക്ഷിച്ച അത്ര ഒരു തണുപ്പ് വന്നിട്ടില്ല. ഏതായാലും ബി.ജെ.പി. ഇന്നലെ ചൂടുപിടിച്ച വിഷയങ്ങളൊക്കെ ഇന്നലെ കൊച്ചിയിലുണ്ടായി. രാത്രി വളരെ വൈകിയാണ് കോർ കമ്മിറ്റിയൊക്കെ അവസാനിച്ചത്. അതിലെ വിശദാംശങ്ങളിലേക്ക് പോകാം അല്ലേ? അതെ, നിശ്ചയമായും അതിലേക്ക് തന്നെ പോകാം. രാവിലെ കൊച്ചി സജീവമാകുന്ന ദൃശ്യങ്ങൾ ഉമേഷിനൊപ്പം തന്നെ ഞങ്ങൾ കാണുകയായിരുന്നു. കൊച്ചിയുടെ തിരക്കിലേക്ക് കൊച്ചി പോകുന്നു. ആ തിരക്കൊക്കെ കൊച്ചിക്ക് ഉണ്ടാകുമ്പോഴും കൊച്ചിയിൽ നടന്ന ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി, ഉമേഷ്, അതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കോർ കമ്മിറ്റി യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നില്ല. കോർ കമ്മിറ്റി ചേരാതെ നേതൃയോഗത്തിലേക്ക് പോയാൽ, കമ്മിറ്റിയിലേക്ക് പോയാൽ അതിൽ പങ്കെടുക്കില്ല എന്ന് എം ടി രമേശും കൃഷ്ണദാസും ഒക്കെ ഒരു നിലപാടെടുത്തു എന്ന വാർത്തകൾ നേരത്തെ വന്നിരുന്നു. അത് ശരിവെക്കും വിധം പിന്നീട് കെ സുരേന്ദ്രൻ തന്നെ സംസാരിച്ചു. ഒടുവിൽ ആ യോഗം മാറ്റിവെച്ചിട്ടാണ് കോർ കമ്മിറ്റി ഇന്നലെ ചേർന്നത്. കോർ കമ്മിറ്റിയെ തുടർന്ന് നേതൃയോഗം എന്ന ഒരു ആവശ്യത്തിലേക്ക് കെ സുരേന്ദ്രന് വഴങ്ങേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ചേർന്ന കോർ കമ്മിറ്റിയിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തിൻ്റെ, സംസ്ഥാന പ്രസിഡന്റിൻ്റെ, സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിൻ്റെ ഒക്കെ പരാജയത്തെക്കുറിച്ച് വലിയ വിമർശനം സുരേന്ദ്രന് നേരിടേണ്ടി വന്നു എന്നാണോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഈ അസാധാരണമായ രീതിയിലാണ് ഇന്നലത്തെ കോർ കമ്മിറ്റി പുരോഗമിച്ചത്. സാധാരണ ഈ കോർ കമ്മിറ്റി യോഗം ചേരുമ്പോൾ ഏതാണ്ട് ഉച്ചയോടെ, അതല്ലെങ്കിൽ ഒരു വൈകുന്നേരം 4 മണിയോടെയൊക്കെ അവസാനിക്കുന്നതാണ്. പക്ഷേ ഇന്നലത്തെ കോർ കമ്മിറ്റി 12 മണിക്കൂറിലേറെ നീണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ 9 മണിക്ക് ആരംഭിച്ച കോർ കമ്മിറ്റി രാത്രി 9 മണിക്ക് ശേഷവും തുടരുന്നുണ്ടായിരുന്നു. നേതാക്കളൊക്കെ പറഞ്ഞത് പരസ്യമായി, മാധ്യമങ്ങളോട് ആരും സംസാരിക്കാൻ തയ്യാറില്ല, പക്ഷേ അവരൊക്കെ അനൗദ്യോഗികമായി പറഞ്ഞത് ഈ ഉപതെരഞ്ഞെടുപ്പൊന്നും കാര്യമായി ചർച്ച ആയില്ല എന്നൊക്കെയാണ്. പക്ഷേ വളരെ പ്രധാനമായി അത് ചർച്ച ചെയ്തു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരത്ത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ മാസം അവസാനമാണ് ബി.ജെ.പിയുടെ ഒരു സംസ്ഥാന യോഗം ചേർന്നത്. ആ യോഗത്തിന് ശേഷം ഈ ഡിസംബർ 7, 8 തീയതികളിൽ 2 ദിവസത്തെ അവലോകന യോഗം, തെരഞ്ഞെടുപ്പ് അവലോകന യോഗം ചേരാൻ തീരുമാനിച്ചു. പക്ഷേ അത് ഈ നേതാക്കളുടെ തമ്മിലടിയെ തുടർന്ന്, ഗ്രൂപ്പ് പോരിനെ തുടർന്ന് അത് ചേരാൻ കഴിഞ്ഞില്ല. കോർ കമ്മിറ്റി ചേർന്ന ശേഷം മാത്രം മതി മറ്റ് യോഗങ്ങൾ എന്ന ഉറച്ച നിലപാടിൽ നേതാക്കളെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കോർ കമ്മിറ്റി യോഗം ചേർന്നത്. സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കറുടെ നേതൃത്വത്തിൽ കോർ കമ്മിറ്റി ചേർന്നു. ഈ കോർ കമ്മിറ്റിയിൽ എല്ലാ വിഭാഗം നേതാക്കളും പങ്കെടുക്കുകയും ചെയ്തു. നേരത്തെ സംസ്ഥാന യോഗത്തിൽ എം ടി രമേശ്, എൻ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നില്ല. പക്ഷേ അവർ കൂടി പങ്കെടുത്താണ് ഈ കോർ കമ്മിറ്റി വളരെ വിശദമായി ഇക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തത്. പ്രധാനമായും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി തന്നെയാണ് ചർച്ചയായത്. ഈ വലിയ നേട്ടം എന്നാണ് ബി.ജെ.പിയുടെ സ്വാധീന മേഖലയാണ്. എന്നാൽ ഈ പാലക്കാട് നഗരസഭ ബി.ജെ.പിയുടെ സ്വാധീന മേഖലകളടക്കം പിന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. അത് സംസ്ഥാന നേതൃത്വത്തിന് ആ യാഥാർത്ഥ്യം അറിയാം. അതുകൊണ്ട് തന്നെ അവർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിക്കുകയുണ്ടായി കോർ കമ്മിറ്റിയൊക്കെ ചേരുന്നതിന് മുൻപ്. അത് തീർത്തും ഈ ശോഭാ സുരേന്ദ്രൻ്റെ തലയിലാണ് ഉത്തരവാദിത്വം കെട്ടിവെച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് അന്ന് സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചത്. ഈ പാലക്കാട് സ്ഥാനാർത്ഥിയായിരുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, കോർ കമ്മിറ്റിയിൽ അംഗമാണ് സി കൃഷ്ണകുമാർ. അദ്ദേഹത്തിനെതിരായി മറ്റൊരു കോർ കമ്മിറ്റി അംഗമായ ശോഭാ സുരേന്ദ്രൻ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിരുന്നത്. അവിടുത്തെ നഗരസഭയിലെ ചില കൗൺസിലർമാരുമായി ചേർന്നാണ് ഈ സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചത്. കണ്ണാടി പഞ്ചായത്തിൽ വോട്ട് മറിക്കാൻ ശ്രമിച്ചു എന്നതടക്കം ശോഭാ സുരേന്ദ്രനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഈ റിപ്പോർട്ട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ഇന്നലെ കോർ കമ്മിറ്റി യോഗത്തിൽ ഒരു വിഭാഗം നേതാക്കൾ എടുത്തത്. ഇതിൻ്റെ ഉത്തരവാദിത്വം ശോഭാ സുരേന്ദ്രന് മാത്രമല്ല, സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രനും ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. എല്ലാ വിഭാഗം നേതാക്കളെയും പരിഗണിക്കാതെയുള്ള സുരേന്ദ്രൻ്റെ തീരുമാനങ്ങളാണ് ഇത്തരം തിരിച്ചടികൾക്ക് കാരണമാകുന്നത് എന്നതടക്കം നേതാക്കൾ ഇന്നലത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ തുറന്നടിച്ചു. അതുകൊണ്ട് സമഗ്രമായ ഒരു പുനഃസംഘടന ആവശ്യമാണ്. സംസ്ഥാന പ്രസിഡന്റിനെ മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകണം.
എന്നതടക്കം കോർ കമ്മിറ്റി യോഗത്തിൽ ഒരു വിഭാഗം നേതാക്കൾ നിലപാടെടുത്തിട്ടുണ്ട്. എന്നാൽ തിടുക്കപ്പെട്ട ആ നേതൃമാറ്റത്തിലേക്ക് പോകുമോ എന്നുള്ളത് ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന് കേന്ദ്ര നേതൃത്വം ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഉള്ള ഗ്രൂപ്പ് പ്രവർത്തനവുമായി മുന്നോട്ട് പോയാൽ വലിയ തരത്തിൽ പൊളിച്ചെഴുത്ത് വേണ്ടിവരും. അതുകൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കാൻ ശ്രമിക്കണം. പരമാവധി ഈ സംഘടനാ തെരഞ്ഞെടുപ്പുകളൊക്കെ മത്സരമില്ലാതെ സമവായത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. സംസ്ഥാന പ്രസിഡന്റിനെ അടക്കം ഈ ജനുവരി പകുതിയോടെ സംസ്ഥാന തലത്തിലടക്കം പുനഃസംഘടന നടത്തേണ്ടതാണ്. ഡിസംബറിൽ മണ്ഡലം തലത്തിൽ പുനഃസംഘടന വേണമെന്ന തീരുമാനമെടുത്താണ്. പക്ഷേ അത് നടന്നിട്ടില്ല. ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് പ്രശ്നങ്ങൾ കൊണ്ടാണ് അതെല്ലാം വൈകുന്നത് എന്നത് നേതാക്കൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതുകൊണ്ട് ഇനി അത് സൂചിപ്പിച്ചതുപോലെ ദേശീയ നേതാവ് പ്രകാശ് ജാവദേക്കറാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. ആ കേന്ദ്ര നിർദ്ദേശം എന്ന നിലയിൽ സമവായത്തിൽ പോകണം, ഗ്രൂപ്പുകളിൽ ഒരു പരിധിക്കപ്പുറം കടുപ്പിക്കരുത് എന്നൊക്കെ എല്ലാവരോടും പറയുന്നതൊക്കെ ഇപ്പോൾ വാർത്തയായി വരുന്നുണ്ടല്ലോ. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉമേഷ് സൂചിപ്പിച്ചാണ്, BJP സംഘടനാ രീതി അനുസരിച്ച് ഇപ്പോൾ ജനുവരിക്കുള്ളിൽ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയ പൂർത്തീകരിക്കണം. രാജ്യത്താകെ അവരുടെ ഘടകങ്ങൾ അത്തരമൊരു ഉത്തരവാദിത്വം വരുന്നുണ്ട്. എന്നാൽ കെ സുരേന്ദ്രൻ്റെ കാലാവധി തീരുന്നുമില്ല. അദ്ദേഹത്തിന് BJP നേതാക്കൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് തന്നെ അദ്ദേഹത്തിന് ഇനിയും കാലാവധി അവശേഷിക്കുന്നുണ്ട്. കാരണം മുമ്പിരുന്ന ആളുകളിലൊക്കെ എത്ര കാലം ഇരുന്നു, എത്ര ടേം ഇരുന്നു എന്നതുപോലെയുള്ള ഒരു ക്ലെയിം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അങ്ങനെയാണോ അതോ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ മാറുമോ എന്ന സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊന്നും അത്ര വലിയ സാധ്യത അതിവേഗം കാണുന്നുമില്ല പലരും. അങ്ങനെയുണ്ട്. ചില സമയത്ത് വാർത്ത വരും സുരേന്ദ്രനെ മാറ്റാൻ പോകുന്നു എന്നൊക്കെ. അത് കുറേ കാലമായി സംഭവിക്കുന്നത്. അതിനെയാണ് സുരേന്ദ്രനും പറയുന്നത്, ഇത് കുറേ നാളായില്ല ഇതൊക്കെ പറഞ്ഞു നടക്കുന്നു, എന്നിട്ട് അദ്ദേഹത്തെ തൊടാൻ പോലും BJPക്കുള്ളിൽ മറുഭാഗത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത എവിടെയുണ്ട്. അതൊരു ഭാഗത്ത്. ഈ പാലക്കാടിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ BJPക്ക് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയ മറ്റൊന്നാണ് പന്തളം നഗരസഭയിൽ അവരുടെ ഭരണം നഷ്ടമായത്. 2 നഗരസഭകളാണ് ഉണ്ടായത്, പാലക്കാടും അതുപോലെ തന്നെ പന്തളവും. പാലക്കാട്ട് ജനം വളരെ ശക്തമായി തന്നെ അതിനെതിരായ അതൃപ്തി രേഖപ്പെടുത്തി. പന്തളത്ത് ഭരണം നഷ്ടമായി. അവിടെ ഇടതുപക്ഷം നിരന്തരമായി ഈ കഴിഞ്ഞ കാലയളവിൽ എങ്ങനെ ഒരു നഗരസഭ ഇങ്ങനെ ആകരുത് എന്ന നിലയിൽ വരുന്ന ഒരു മികച്ച മാതൃകയായി പന്തളം മാറിയെന്നാണ് അവിടെ നിന്നൊക്കെ ആളുകൾ സംസാരിക്കുമ്പോൾ പറയാറുള്ളത്. ചർച്ചകളിലുമൊക്കെ നേതാക്കളൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു നഗരസഭയിൽ നിരന്തരമായ സമരം ഈ നഗരസഭയ്ക്കെതിരെ നടന്നിരുന്നു. വലിയ ജനവികാരം രൂപപ്പെട്ടു. ഒടുവിൽ ആ നഗരസഭയ്ക്ക് ഗത്യന്തരമില്ലാതെ രാജിവെക്കേണ്ടി വരുന്നു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും. BJP കൗൺസിലർമാർക്ക് തന്നെ വലിയ വിയോജിപ്പ ഭരണത്തോടുണ്ടാകുന്നു. ഇതായിരുന്നു അവിടുത്തെ ഒരു സാഹചര്യം. ഇതും BJPയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായ ഒരു സാഹചര്യമാണ്. ഇപ്പോൾ പുറത്തു പറഞ്ഞില്ലെങ്കിലും അതുമൊക്കെ ചർച്ച ചെയ്യാതെ ഈ കോർ കമ്മിറ്റിയിലും നേതൃയോഗത്തിലൊക്കെ ചർച്ച ചെയ്യാതെ ആ പാർട്ടിക്ക് പോകാനേ കഴിയില്ല. ഉമേഷ്, ഉറപ്പായും അക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് ശരത്ത്. കാരണം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്നത്. അതിലെ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് വളരെ സമഗ്രമായ ചർച്ച നടന്നു എന്ന് നേതാക്കൾ സമ്മതിച്ചിട്ടുമുണ്ട്. ഈ പന്തളം നഗരസഭ അടക്കം BJPക്ക് തിരിച്ചടി ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ എങ്ങനെ മുന്നോട്ട് പോകണമെന്നത് സംബന്ധിച്ച് സമഗ്രമായ ചർച്ച നടത്തിയിട്ടുണ്ട്. അവരുടെ ഒരു തീരുമാനം പുറത്തു വരുന്നത് ഏതാണ്ട് 250ഓളം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ അധികാരം പിടിച്ചെടുക്കാനുള്ള തരത്തിൽ പ്രവർത്തനം മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. 250ഓളം പഞ്ചായത്തുകൾ അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ BJP നേതൃത്വത്തിൽ ഭരണമുണ്ടാകണം. ആ തരത്തിൽ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തണം എന്നതടക്കമുള്ള തീരുമാനങ്ങൾ, അത്തരം ചർച്ചകൾ ഇന്നലെ കോർ കമ്മിറ്റിയിൽ ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 60ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കണം, കഴിയുമെങ്കിൽ അത്തരം ഈ 60ഓളം സ്ഥലങ്ങളിൽ ജയിക്കാൻ കഴിയണം എന്നൊക്കെ ഉള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളതുകൊണ്ട് അതിലൂന്നിയുള്ള പ്രവർത്തനമാണ് ആദ്യം മുന്നോട്ട് പോകേണ്ടത്. 250ഓളം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഭരണം പിടിക്കാൻ, ഇപ്പോൾ ഈ പന്തളം നഗരസഭയടക്കം നഷ്ടപ്പെട്ട ഇടങ്ങളിലൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകണം. ആ തരത്തിലുള്ള പ്രവർത്തനം സുഗമമാക്കുന്നതിന് വേണ്ടി ഈ ജില്ലാ കമ്മിറ്റികളടക്കം വിഭജിക്കണം എന്ന തരത്തിലൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അതായത് വിഭജിക്കുക എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് മേഖലകളിലൊക്കെ നിലവിലൊരു ജില്ലാ പ്രസിഡന്റ് എന്നുള്ളത് 3 പേർ എന്ന തരത്തിലേക്ക് മാറുന്നു. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 3 ജില്ലാ പ്രസിഡന്റുമാർ, മറ്റിടങ്ങളിലൊക്കെ 2 പേരെ വെച്ച് അത്തരത്തിൽ 2 പേർക്ക് ചുമതല നൽകിക്കൊണ്ട് മറ്റ് ജില്ലകളും, അങ്ങനെ ഏതാണ്ട് 31ഓളം പ്രസിഡന്റുമാർ സംസ്ഥാന തലത്തിൽ. ആ തരത്തിലൊക്കെ ആലോചിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ വരും ദിവസങ്ങളിലാണ് അതിലൊക്കെ അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടത്. കോർ കമ്മിറ്റിയിൽ നടന്ന പ്രാഥമിക ചർച്ചകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ പങ്കുവയ്ക്കുന്നത്. ഏതായാലും എല്ലാത്തരം തിരിച്ചടികളെക്കുറിച്ചും സമഗ്രമായ ചർച്ച ഇന്നലെ കോർ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നേതാക്കൾ ആരും പ്രതികരിക്കാൻ തയ്യാറായില്ല. വളരെ രഹസ്യമായി തന്നെ വളരെ മുൻപ് തന്നെ ഈ കോർ കമ്മിറ്റി യോഗം തുടങ്ങുന്നതിൻ്റെ ഏറെ മുമ്പ് തന്നെ കെ സുരേന്ദ്രനും പ്രകാശ് ജാവദേക്കർ അടക്കമുള്ളവർ യോഗത്തിലേക്ക് പോയി. ചർച്ച അവസാനിച്ച് ഏറെ വൈകിയാണ് ഇവരെല്ലാം പോയത്.
റൈറ്റ്. ഉമേഷ്, കൊച്ചിയിൽ നിന്ന് ബി ജെ പിക്ക് അകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളാണ്, നേതാക്കൾക്കിടയിലെ ഭിന്നത, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കോർ കമ്മിറ്റിയുടെ പശ്ചാത്തലത്തിൽ നൽകിയത്. അപ്പോൾ രജീഷ് ചോദിക്കുന്നത്, ഈ കോർ കമ്മിറ്റിയിൽ കൊടകര ചർച്ച ചെയ്ത് കാണുമോ എന്നാണ്, തിരൂർ സതീഷിൻ്റെ വെളിപ്പെടുത്തൽ. കാരണം ആ വെളിപ്പെടുത്തലൊക്കെ വന്നപ്പോൾ അതിനുള്ള സമയം നേതൃത്വത്തിനുണ്ടായിരുന്നില്ല. കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലമായിരുന്നു. അപ്പോൾ അതിനുശേഷം വെളിപ്പെടുത്തൽ വരുന്നു, തുടരന്വേഷണം വരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അതേക്കുറിച്ച് ഈ കോർ കമ്മിറ്റി എന്തു പറഞ്ഞു എന്നാണ് രജീഷിൻ്റെ വളരെ സ്വാഭാവികമായ ചോദ്യം. പക്ഷേ ഉത്തരം പുറത്ത് പറയാൻ സാധ്യതയില്ലാത്തത് കൂടിയാണെന്ന് അറിയാമല്ലോ രജീഷേ. ഏതായാലും ബി ജെ പിയിലെ അടി തുടങ്ങിയിട്ടേ ഉള്ളൂ ശരത്തെ എന്നാണ് കുമാരൻ എഴുതുന്നത്. ഇതിനിടയിൽ മൊയ്തീൻ ഇലക്ട്രൽ ബോണ്ട് അഴിമതി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിലൂടെ ഏറ്റവും അധികം പണം സമാഹരിച്ച, സുപ്രീം കോടതി റദ്ദു ചെയ്ത, ഭരണഘടനാ വിരുദ്ധമാണ്, അത് അഴിമതി പണമാണെന്ന് സുപ്രീം കോടതി തന്നെ കണ്ടെത്തിയ ഇലക്ട്രൽ ബോണ്ടിലൂടെ ഏറ്റവും അധികം പണം സമാഹരിച്ച പാർട്ടി ബി ജെ പി ആണ് എന്നുള്ള കാര്യം മൊയ്തീൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കോർ കമ്മിറ്റിയിലെ, ഞാൻ മുമ്പ് കൊടകരയുടെ കാര്യത്തിൽ രജീഷിൻ്റെ ഓർമ്മപ്പെടുത്തൽ ഞാൻ സൂചിപ്പിച്ചു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ, കാരണം ഇപ്പോൾ ബി ജെ പിക്ക് അകത്ത് നടക്കുന്നതിനെക്കുറിച്ചുള്ള കമൻറ്റുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ മുമ്പ് ആദ്യം സൂചിപ്പിച്ച 16-ാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ കൺസേൺ വളരെ ശക്തമായി തന്നെ വലിയ തോതിൽ ആളുകൾ പറയുന്നുണ്ട്. മൊയ്തീൻ എഴുതുന്നൊരു കാരണം, കേരളത്തിന് വേണ്ടി ഒരു വാക്ക് പറയാത്ത ബി ജെ പി, കേരളത്തിലെ അങ്ങനൊരു വിശേഷണവും വിമർശനവും കേരളത്തിലെ ബി ജെ പി നേരിടുന്നുണ്ട്. കേരളത്തിന് വേണ്ടുന്നതായിട്ടുള്ള ആവശ്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അതിനുവേണ്ടി നിലയുറപ്പിക്കാത്ത ബി ജെ പി, കേരളത്തിലെ ബി ജെ പി എന്ന വിമർശനം കൂടി കണ്ടുകൊണ്ടാണ് മൊയ്തീൻ എഴുതുന്നത്. കേരളത്തിന് വേണ്ടി ഒരു വാക്ക് പറയാത്ത ബി ജെ പി കോർ കമ്മിറ്റി യോഗം എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്.